സംഘം ആ ടണലിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്? സന്ധ്യ ഇന്ന് ഈ 6 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തിയ രക്ഷാദൗത്യ സംഘം 6:30 കൂടിയാണ് ഈ ഒരു ദൗത്യം ആരംഭിച്ചത്. അതിൻ്റെ ആദ്യപടിയെ തന്നെ ഈ 30 അംഗ സംഘം സ്ഥലത്തേക്ക് എത്തുകയും ഇവിടെ വടം കെട്ടിക്കൊണ്ട് ജോയിയെ കാണാതെ സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് ആദ്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇവർ 3 പേരാണ് ഇപ്പോൾ ഈ ജോയിയെ കാണാതെ സ്ഥലത്തിലേക്ക് ആമേഴഞ്ചാൻ തോട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ ഇവിടെ അടുക്കിക്കൂടി കിടക്കുന്ന മാലിന്യങ്ങൾ താൽക്കാലികമായി നീക്കം ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഇവരുടെ കയ്യിൽ കരുതിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർ ചെയ്യുക ഇവിടെ നിന്ന്, അതായത് ഈ ആമേഴഞ്ചാൻ തോട്ടിൽ നിന്ന് ഈ റെയിൽവേ ട്രാക്കിന് അടിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഒരു കലുങ്ക് മോഡലാണുള്ളത്. ഈ കലുങ്കിനകത്തേക്കാണ് ടണലുകളുള്ളത്. 3 ടണലുകളാണുള്ളത്. ഈ ഒരു ടണലിന് ഏകദേശം 200ഓളം മീറ്റർ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തേക്ക്, അതായത് പ്ലാറ്റ്ഫോമുകളുടെ അടിവശത്ത് കൂടി കടന്നുപോയി ഏകദേശം 200 മീറ്ററോളം നീളമുണ്ട് ഈ റെയിൽവേ സ്റ്റേഷന് മറുവശത്തേക്ക് എത്താൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൽക്കാലികമായി അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഈ 3 അംഗ സംഘം ഇപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇവർ ഈ പ്രാരംഭഘട്ടമായി ഇതിനുള്ളിലേക്ക് പ്രവേശിച്ച് ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷമായിരിക്കും ഇന്നലെ ഇവിടേക്ക് എത്തിച്ച ഈ ജെൻ റോബോട്ടിക്സിന്റെ സഹായം തേടുക. ഈ ജെൻ റോബോട്ടിക്സിന്റെ കയ്യിൽ, അതായത് ഈ രണ്ടാമതായി ഇവിടെ എത്തിച്ച് ഇന്നലെ രാത്രി 12:30 തന്നെ രണ്ടാമത് ഇവിടെ എത്തിച്ച ഈ റോബോട്ടിൽ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറയും ഇതിനുള്ളിൽ വിഷവാതകങ്ങളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം രണ്ടാമത് ഇവിടെ എത്തിച്ച റോബോട്ടിലുണ്ട്. ഈ റോബോട്ടിനെ ആയിരിക്കും ഈ ഉള്ളിലേക്ക്, അതായത് ഈ ടണലിനുള്ളിലേക്ക് ഇറക്കിക്കൊണ്ട് അതിനകത്തേക്ക് മനുഷ്യന് പ്രവേശിക്കാൻ കഴിയുമോ എന്നുള്ള സാധ്യതകൾ പരിശോധിക്കുന്നത്. കാരണം ഇപ്പോഴും ഇതിൻ്റെ അകത്ത് ഈ ടണലിനുള്ളിലേക്ക് 30 മീറ്റർ മാത്രം ദൂരത്തിലാണ് അവിടെ നിന്ന് മാലിന്യങ്ങൾ ഇന്നലെ നീക്കം ചെയ്തിരുന്നത് സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ. അതിനുള്ളിലേക്ക് മനുഷ്യന് പ്രവേശിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ ജോയ് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും അകപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ NDRF സംഘം ഈ റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും വിശദമായി പരിശോധന നടത്തിയതിനു ശേഷം എത്തരത്തിലുള്ള ഓപ്പറേഷനാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യം NDRF സംഘം ഔദ്യോഗികമായി അവർ തീരുമാനമെടുക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഇവരുടെ ദൗത്യം പൂർണ്ണമായി ആരംഭിക്കുന്നത്. എന്തായാലും 8 മണിയോടുകൂടി തന്നെ ഇതിനകത്തേക്ക് എത്ര സമയം എടുത്തുകൊണ്ടുള്ള ഒരു ദൗത്യമായിരിക്കും, ഏത് രീതിയിലായിരിക്കും ദൗത്യം നടപ്പാക്കുക എന്നുള്ള കാര്യമൊക്കെ തന്നെ തീരുമാനമാകുന്നത് ഇന്ന് ഏകദേശം 8 മണിയോടെയായിരിക്കും. ആ ഒരു സമയം വരെ ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും പിന്നീട് ഈ റോബോട്ടിന് ഇറക്കിയിട്ടുള്ള പരിശോധനകൾക്കായിരിക്കും ആദ്യം പ്രാരംഭഘട്ടത്തിൽ അവർ മുൻതൂക്കം കൊടുക്കുക. എന്തായാലും ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആയിരിക്കും നടത്തുക എന്നാണ് ഈ ഒരു NDRF സംഘത്തിലുണ്ടായിരുന്ന മലയാളി നമ്മളോട് വ്യക്തമാക്കിയത്. ഈ ജോയിന്റ് ഓപ്പറേഷൻ്റെ ഭാഗമാകുക NDRF സംഘം നേതൃത്വം നൽകും. അതോടൊപ്പം തന്നെ സ്കൂബ ഡൈവിംഗ് സംഘം ജെൻ റോബോട്ടിക്സ്, ഇവിടെ ഇന്നലെ എത്തിച്ച ഈ ജെൻ റോബോട്ടിക്സ്, അതുപോലെ കേരള ഫയർഫോഴ്സ്, ഇത്തരത്തിലുള്ള ഈ 4 പേരും ചേർന്നുകൊണ്ടുള്ള ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആയിരിക്കും നടത്തുക എന്നുള്ള കാര്യമാണ് NDRF സംഘത്തിൽപ്പെട്ട മലയാളി നമ്മളോട് കുറച്ചു മുമ്പ് വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഇനി ഈ ആദ്യ പ്രാരംഭഘട്ടത്തിൽ ഇവിടെ അടുക്കിക്കൂടിയിരിക്കുന്ന ഈ ഒരു മാലിന്യം നീക്കം ചെയ്തതിന് ശേഷം റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി ഇതിനുള്ളിലേക്ക് പ്രവേശിക്കും. അതായത് ഒരു 50 മീറ്റർ ഉള്ളിലേക്ക് പൂർണ്ണമായി ഇവർക്ക് പ്രവേശിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടേക്ക് എത്താൻ സാധിക്കും. അവിടെയാണ് ഈ ഒരു ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള ടണലിനകത്താണ് മാലിന്യങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതായത് ഒരു തടയണ സൃഷ്ടിച്ചിട്ടുള്ള, ഈ കമ്പികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തടയണ സൃഷ്ടിച്ചിട്ടുള്ള. അപ്പോൾ അവിടെ വരെ പൂർണ്ണമായി പരിശോധിച്ച ശേഷമായിരിക്കും ആദ്യ ഘട്ടം അവസാനിക്കുക. ആദ്യഘട്ടത്തിൽ എന്തായാലും ഇവിടെ നിന്ന് ഈ ജോയി കാണാതെ സ്ഥലത്ത് നിന്ന് ടണലിനുള്ളിലേക്ക് പ്രവേശിച്ച ഈ 50 മീറ്റർ മാറിയുള്ള 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ സമീപത്തേക്ക് എത്തുക എന്നുള്ളതായിരിക്കും ആദ്യ ലക്ഷ്യം. അവിടേക്കുള്ള ഈ മണ്ണും അവിടെ അടുങ്ങിക്കൂടി കിടക്കുന്ന മലിനജലവും മറ്റു കാര്യങ്ങളും ആയിരിക്കും ആദ്യം ഇവർ മാറ്റുന്നത്. എന്തായാലും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇന്നലെ രാത്രിയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ പുതിയ മാലിന്യം, അതായത് ആമേഴ തോടിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും വലിയ രീതിയിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മാലിന്യങ്ങളും മലിനജലവും ഇവിടേക്ക് ഒഴുകിയെത്തുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇന്നലെ രാത്രി ഏറെ വൈകി പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അത് ഏറെ ഒരു പരിധിവരെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ NDRF സംഘാംഗങ്ങളെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും കാലിൻ്റെ പാദത്തോളം മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത്. ഇനി ഒരു മഴ കൂടി പെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു രക്ഷാദൗത്യത്തിനകത്ത് കുറച്ചുകൂടി സഹായമാകും. എന്തായാലും ഈ NDRFിൻ്റെ സംഘാംഗങ്ങൾ ഇപ്പോൾ ഓരോരുത്തരായി ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രാരംഭഘട്ടമായി ഈ റോപ്പുകളിൽ അവർക്ക് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി കൂടുതൽ റോപ്പുകൾ ഇതിനുള്ളിലേക്ക് കെട്ടിയതിനു ശേഷം അതിൽ പിടിച്ചുകൊണ്ട് നിന്നായിരിക്കും അവർ ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ, അവരുടെ കയ്യിലുള്ള മണ്ണ് മാറ്റുന്നതിന്, മണ്ണും ഈ മാലിന്യങ്ങളൊക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് മാറ്റുക. ഇതിനുശേഷമായിരിക്കും ഇവർ അകത്തേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കുക. റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുക. ഇതിനുശേഷമാണ് 8 മണിയോടുകൂടി തന്നെ ഏത് രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് ജോയി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാദൗത്യത്തിൽ അവർക്ക് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ തന്നെ അവർ തീരുമാനിക്കുക.
സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്നിപ്പോൾ ഏകദേശം 20 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി രക്ഷാദൗത്യം എന്ന് നമുക്ക് എത്ര ശതമാനം വരെ പറയാൻ സാധിക്കുമെന്നുള്ള കാര്യമൊക്കെ തന്നെ വലിയ രീതിയിലുണ്ട്. എന്തായാലും ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 1:30 മണിയോട് കൂടിയാണ് ജില്ലാ കളക്ടർ ഈ രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കുകയും ഇന്ന് പുലർച്ചെ 6 മണിയോട് കൂടി ഇത് പുനരാരംഭിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. ഇതിനുശേഷം പക്ഷേ ഈ 1:30 മണിയോട് കൂടി രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിൽ പോലും ഇവിടെ നിന്നുള്ള മാലിന്യങ്ങളും ഈ മലിനജലവും ഒക്കെ തന്നെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ രാത്രി വൈകി പുരോഗമിക്കുന്നുണ്ടായിരുന്നു. JCBയും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളും ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായി ആ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ രാത്രി ഏറെ വൈകിയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി തന്നെ ഇവിടേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന മലിനജലത്തിൻ്റെ ഈ പുതിയ അതായത് പുതിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെയൊക്കെ തന്നെ വലിയ അളവ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ശ്രമകരമായ ദൗത്യം എന്ന് പറയുമ്പോൾ നേരത്തെ ഈ NDR സംഘം നമ്മൾ സൂചിപ്പിച്ചതാണ്. മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ അവർക്ക് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ അവർക്ക് ഈ രക്ഷാദൗത്യം പൂർണ്ണ രീതിയിൽ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ.